life. You wanna try many things as time flies. You would dream, reaching the skies and living a better life. You see, you could be what you want to it. We do make dreams. Action! എനിക്ക് വ്യക്തിപരമായിട്ട് കംഫർട്ട് തോന്നുന്ന ആൾക്കാരെ ഞാൻ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളൂ. കഥ മാത്രമല്ല, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്ന കാര്യം അയാളുടെ വ്യക്തിത്വം, അയാളുടെ സ്വഭാവമൊക്കെ നോക്കും. കാരണം ഒരു വർഷം മുതൽ അല്ലെങ്കിൽ ഒരു 3 മാസം മുതൽ 1, 2, 3 വർഷങ്ങൾ നീളുന്ന ഒരു പ്രോസസ്സാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ തിരക്കഥ രചന എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വർഷമൊക്കെ സഹിക്കാവുന്ന ഒരാളായിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണം കഴിക്കുന്ന പോലെയാണ്. ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം കഴിഞ്ഞിട്ടുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ കൂടെയാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സഹിക്കാൻ പറ്റാത്ത സ്വഭാവ വിശേഷതകളുള്ള ഒരാൾ ഒരു അത്യുഗ്രൻ സ്ക്രിപ്റ്റായിട്ട് വന്നാലും വന്ദേ മുകുന്ദ ഹരേ ഞാനില്ല എന്ന് പറയും. കാരണം ഇത് പിന്നെ തിരിച്ചുകൊണ്ട് എന്നെയും സഹിക്കാൻ ഇത്തിരി പാടാണ്. എൻ്റെ ശീലങ്ങളും എൻ്റെ രീതിയും എൻ്റെ സംസാര രീതിയും എൻ്റെ അതൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഇട്ടെറിഞ്ഞ് ഓടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത് 2 തരത്തിലും കല്യാണം ആലോചിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ തുടർച്ചയായിട്ട് പിന്നീട് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം, പ്രേമപ്പൊട്ട തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. ഓ ശൃംഗാരമോടെ ആടി പുരികങ്ങൾ നല്ലഴകിൽ മന്ദാരമാരോ കൂടി ഹൃദയത്തിൻ ചില്ലകളിൽ ചില്ലകൾ തുമ്പി നെറ്റിത്താളിൽ നീ തൊട്ടല്ലോ പ്രേമപ്പൂവിൻ സിന്ദൂരം, പ്രേമപ്പൊട്ട തൊട്ടപ്പോഴേ ഇഷ്ടത്തോടെ മുട്ടിപ്പിന്നിൽ ശൃംഗാരം. പീഡനമാണ് എനിക്കും അഭിനയിപ്പിക്കുന്ന ആളുകൾക്കും. കമൽ സാറാണ് ആദ്യം അഭിനയിപ്പിച്ചത്. അത് ഈ അഴകിയ രാവണനിൽ അത് തന്നെ ഒരു കടുത്ത പ്രയോഗമായിപ്പോയി. പിന്നെ അന്ന് പിന്നെ ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഇത് സാറ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് സാർ എന്ത് പറയണോ അത് അനുസരിക്കാന്നാണ്. ആ കുഴിയിൽ ചാടൂലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ചാടും. അങ്ങനെ ഒരു ഒബീഡിയൻറ്റ് അസിസ്റ്റൻ്റായിരുന്നു ഞാൻ, സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ സാറിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. അപ്പം അന്ന് ആ ക്യാരക്ടർ ചെയ്യാൻ വന്ന ആൾ എന്തോ ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ സാർ എന്നെ നോക്കിയിട്ട് ഞാനവിടെ കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്നെ നോക്കിയിട്ട് നീ ഒരു തൊപ്പി വെച്ചിട്ട് ഇടുക. ഞാൻ എന്തിനാണാവെന്ന് വെച്ചൊരു തൊപ്പിയൊക്കെ വെച്ചിട്ട് മുമ്പിൽ പോയി ചെന്നു. എന്നാൽ അവിടെ നിന്നോ, എന്നിട്ട് പാഡ് എടുത്ത് അതിൽ എന്നിട്ട് നീ പ്രോംപ്റ്റ് ചെയ്തേക്ക്. അപ്പോൾ സാറ് പറഞ്ഞു ഞാനത് ചെയ്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് അപ്പം അക്ബറിനെ അപ്പോൾ ക്ലാപ്പ് കൊടുക്കാൻ അക്ബറിനെ നിർത്തി. അപ്പോൾ നമ്മളെല്ലാം ഒരു ഫാമിലി. ബിജു ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. കമൽ സാർ തന്നെയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഇന്നസെൻ്റ് ഏട്ടനൊക്കെ ഭയങ്കര അടുത്ത ഒരാളാണ്. ഒരു എന്താ പറയണ്ട, ഒരു ചേട്ടനെ പോലെയും ഒരപ്പൻ്റെ സ്ഥാനത്തും ചേട്ടൻ്റെ സ്ഥാനത്തും ഒക്കെ ഉള്ള ആളായിരുന്നു ഇന്നസെൻ്റ് ഏട്ടൻ. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ചെയ്യണ സമയത്ത് അത് അങ്ങനെയൊന്നും വേറെ ഒന്നും ഫീൽ ചെയ്യില്ല. നമ്മൾ ആ ഷൂട്ടിങ്ങിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് അങ്ങനെ പോയെന്നുള്ളൂ. പിന്നീട് അത് ഈ ഒരു സീൻ ഭയങ്കര ഹിറ്റായി. ഈ ചാനലുകൾ ഈ ഒരു സീനിന് ഹിറ്റാക്കി. ഇപ്പോൾ പല സ്ഥലത്തും ആളുകൾ അതിൻ്റെ പേരിലാണ് തിരിച്ചറിയണത്. ആ ഇതിൽ അഭിനയിച്ച ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്
എന്റെ ദൈവമേ. ആക്ഷൻ. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുക്കും. അരിയല്ല, അരിച്ചു പെറുക്കി. അല്ല, അരിയാവുമ്പോഴല്ലേ പെറുക്കിയെടുക്കാൻ പറ്റുള്ളൂ. അരിച്ചു പെറുക്കി മര്യാദക്ക് പന്തടപ്പിക്കുന്നു. ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ റെഡി. അരിച്ചു പെറുക്കല്ലേ വേണ്ടു. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഇനി കൃഷ്ണൻകുട്ടി എന്റെ വീട് കൃഷ്ണൻകുട്ടിയല്ല, രാമനായർ. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടാ പോയി. ഇനി രാമനായരുടെ വീട് മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് സർഗവസന്തം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡയലോഗ് പറയുന്നൊരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ശരിക്ക് രഞ്ജി റോക്ക് ആൻഡ് റോളിൽ ലാൽ ജോസായിട്ട് തന്നെ അഭിനയിപ്പിച്ചു. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ പടത്തിലും ലാൽ ജോസായിട്ട് തന്നെയായിരുന്നു. ഒരു ക്യാരക്ടർ ചെയ്തു എന്ന് പറയാനുള്ളത് ഓം ശാന്തി ഓശാനയിലാണ്. ഓം ശാന്തി ഓശാനയിൽ ജൂഡിന് എന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം എന്നെ ആദ്യം കാസ്റ്റ് ചെയ്തിരുന്നത് ഡോക്ടർ മത്തായി, അതായത് രഞ്ജി പണിക്കർ ചെയ്ത ക്യാരക്ടറിലേക്കായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും ജൂഡിനോട് ഞാൻ പറഞ്ഞു, ജൂഡ് സമ്മതിക്കില്ല. ജൂഡ് പറഞ്ഞു ചേട്ടൻ ചെയ്താൽ കറക്റ്റായിരിക്കും. ഞാൻ ആ സമയം പറഞ്ഞു, ഈ നാസ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അച്ഛൻ ഞാനാന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല എന്നാണ്. ഞാനത് സുന്ദരനായിട്ടുള്ള ആൾ ചെയ്യണം. രഞ്ജി പണിക്കർ അത് നന്നായി അഭിനയിക്കും. രഞ്ജി പണിക്കരുടെ രൂപം കൊണ്ടും ഈ നസ്രിയയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കും. അതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറഞ്ഞ് ഒരു തരത്തിലും ജൂഡ് സമ്മതിക്കില്ലായിരുന്നു. പിന്നീടാണ് രഞ്ജി പണിക്കർ അത് ചെയ്തത്. അല്ലെങ്കിൽ അത് ഞാനെങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ആ സിനിമയുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. പിന്നെ ജൂഡിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതിൽ വേറൊരു ക്യാരക്ടറുണ്ട്, 2 സീനേ ഉള്ളൂ 3 സീനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അതിൽ ഞാൻ ചെയ്ത ജേക്കബ് തരകൻ എന്ന് പറയുന്ന പബ്ലിഷറുടെ ക്യാരക്ടർ ചെയ്യുന്നു. അതൊക്കെ എൻ്റെ തന്നെ സ്വാഭാവികമായ പെരുമാറ്റ രീതിയും സംസാര രീതിയും ആവശ്യമുള്ള, ബിഹേവിങ് മാത്രം ആവശ്യമുള്ള, ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ച് ഈ ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള പരിചയം. മുഖത്ത് പ്രത്യേകിച്ചൊന്നും വരില്ല, പക്ഷെ ഇങ്ങനെ വർത്തമാനം പറയും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ്. ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാനൊരു ബിഗ് ഫ്ലോപ്പാണ്. ഹലോ, വായടി മറിയം, വെൽക്കം. ബാബാ, യാത്രയൊക്കെ സുഖമായിരുന്നു? ഗിരി അല്ലേ? എനിക്കറിയാം. ഗിരിക്ക് എന്നെ അറിയണമെന്നില്ല. ബുക്സ് വായിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ചിലപ്പോ എന്റെ പേര് കേട്ടിട്ടുണ്ടാവും. ജേക്കബ് തരകൻ, അക്ഷര പബ്ലിക്കേഷൻസ്. പൂജയെ എനിക്ക് നേരത്തെ അറിയാം. ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ വെച്ചുള്ള പരിചയം. പേടിക്കണ്ട, കൂടെ പഠിച്ചല്ല. ഇവിടത്തെ കിടക്കയിലെ കിടപ്പ് നടക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് അവിടെ പോയി കിടക്കാറുണ്ട് ചികിത്സക്ക്. അക്ഷര പബ്ലിക്കേഷൻസ് ഈ ആഴ്ച പുറത്തിറക്കാൻ പോകുന്ന പുസ്തകം. ആദ്യത്തെ കോപ്പി ഗിരിക്കിരിക്കട്ടെ. തുറന്നു നോക്ക്. ഇനി എനിക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ ഒരു കാര്യം. അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 75 ദിവസം, ടോട്ടൽ 80 ദിവസം വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയും തുടർച്ചയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യായിരുന്നു. പക്ഷേ അതിലൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കലും യാത്രകളും തിരിച്ച് വീടെത്തി ഇടയ്ക്കൊന്ന് വന്ന് വീട്ടിൽ കയറി പോകാൻ പറ്റാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. യാത്രകൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യത്തിനും അല്ലാതെയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അത് 75 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു ഹെക്ടിക്കായിട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. രാത്രി ഞങ്ങൾ അധികം ട്രാവൽ ചെയ്തിട്ടില്ല. രാത്രി ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേ ചെയ്യും, റെസ്റ്റ് ചെയ്യും, അടുത്ത ദിവസം രാവിലെ വീണ്ടും പുറപ്പെടും. അങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു. പക്ഷേ ഈ യാത്ര സാധാരണ ആളുകൾക്ക് പറഞ്ഞു കേട്ടാൽ പേടിയാവും. ഒരു ദിവസം 600 കിലോമീറ്റർ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ 300 കിലോമീറ്റർ, 400 കിലോമീറ്റർ, ഏറ്റവും മിനിമം 300 കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 500-600 കിലോമീറ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ നല്ല റോഡും സ്ട്രെയിറ്റ് റോഡ്സും ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ എറണാകുളത്ത്
സിറ്റിയുടെ ഉള്ളിൽ നിന്ന് മറ്റേ ആലുവയിലേക്ക് എത്താൻ എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ 300 കിലോമീറ്ററും 350 കിലോമീറ്ററും ആണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന അത്ര പേടിക്കാനില്ല. പിന്നെ അപകടങ്ങളൊന്നും സംഭവിക്കാത്തതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു സീരിയസ്നെസ് ഇപ്പോൾ അറിയാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം, നേപ്പാളിൽ ഭക്താപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ നേപ്പാളിൽ 5 ദിവസം ഉണ്ടായിരുന്നു. ഈ ഭക്താപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ 1-2 ദിവസമൊക്കെ ഫുൾ കിടന്ന് കറങ്ങി ഒരുപാട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്താണ്. ഈ നേപ്പാളിൽ ഞങ്ങൾ താമസിച്ച സുരേഷ് സാറിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി എന്തോ എവിടെ ഒരു കഥന പൊട്ടണൊരു പോലൊരു ശബ്ദം കിട്ടും, ഒന്ന് കുലുങ്ങും ചെയ്തു. അപ്പോൾ അടുത്ത ഏതോ അവിടെ നിറയെ അമ്പലങ്ങളുള്ളതാണ്, എവിടെയെങ്കിലും വല്ല ആഘോഷം നടക്കാതിരിക്കുന്നു വിചാരിച്ചു. അടുത്ത ദിവസം ഈ കാറ് സർവീസ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു ഇന്നലെ രാത്രി ചെറിയൊരു ഭൂചലനം ഉണ്ടായി. എത്ര 5 പോയിന്റ് സംതിങ്ങിൻ്റെ ഒരു ഭൂചലനമായിരുന്നു അത് എന്ന് പറഞ്ഞു. അപ്പോഴത് അതെ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു. പക്ഷേ ഇപ്പോൾ മുൻകാല പ്രാബല്യത്തോടുകൂടി ഞാനൊരു 18 പ്രാവശ്യം ഞെട്ടി. കാരണം അവിടെ നടന്ന നേപ്പാളിലുണ്ടായ ഭൂചലനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ സംഭവമായിരുന്നു അന്ന് ഉണ്ടായത്. അപ്പോൾ അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മൾ അപകടങ്ങളെ കടന്നു തന്നെയായിരുന്നു പോയിരുന്നത് എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. മമ്മൂക്കയായിട്ട് ഞാൻ 4 സിനിമകൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കമൽ സാറിൻ്റെ കൂടെ അഴകിയ രാവണൻ, മഴയത്ത് മുൻപേ അഴകിയ രാവണൻ എന്ന് പറഞ്ഞ 2 സിനിമകൾ, പിന്നെ ഹരികുമാർ സാറിൻ്റെ ഉദ്യാനപാലകൻ, ലോഹിയേട്ടൻ്റെ കൂടെ ഭൂതക്കണ്ണാടി, അങ്ങനെ 4 സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്തിട്ട് എന്നെ വലിയ ഇഷ്ടമായിരുന്നു, എന്നോട് വലിയ സ്നേഹമായിരുന്നു. മമ്മൂക്ക തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് ഓഫർ തന്നതാണ്. നിൻ്റെ പടത്തിൽ നിൻ്റെ നായകൻ എൻ്റെ ചായയാണെങ്കിൽ ഞാൻ അഭിനയിക്കാമെന്ന് മമ്മൂക്ക ഇങ്ങോട്ട് പറഞ്ഞാണ്. അപ്പം അതൊക്കെയാണെങ്കിലും ഷൂട്ടിംഗ് സ്ഥലത്ത് വരുമ്പോൾ മമ്മൂക്കയുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. മമ്മൂക്ക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ആ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ഉത്തരം ഉണ്ടെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. പിന്നെ പോരാത്തിന് ശ്രീനേട്ടനായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയത് ആ സിനിമയുടെ. അപ്പോൾ പുള്ളിയുടെ കൂടുതൽ വലിയ സംശയങ്ങളൊക്കെ ശ്രീനേട്ടനോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നം ഫേസ് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് ഈ പുതിയ തലമുറയിൽ പല ജോണറിൽ ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ, പലതരം കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആളുകളാണ് ഇവരൊക്കെ. നമ്മൾ ഏറ്റവും ഒരു സമയത്ത് മമ്മൂക്കയും ലാലേട്ടനും ദിലീപും ജയറാമേട്ടനും സുരേഷ് ഗോപിയും കഴിഞ്ഞിട്ട് പിന്നെ ആരെന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അത് ഒരു ചാക്കോച്ചൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് കുറേ കാലം ഇത്രയും പേരല്ലാണ്ട് വേറെ നായക നടന്മാരില്ല. അതുകൊണ്ട് സിനിമ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റു ചെറുപ്പക്കാർക്കൊന്നും അവസരമില്ല, ഡയറക്റ്റ് ചെയ്യാനൊരു താരത്തിനെ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ആ സ്ഥലത്ത് നിന്ന് പിന്നെ ഭയങ്കര ഒരു കുതിപ്പുണ്ടായി. അതിൽ നമുക്ക് കിട്ടിയ മുത്തുകൾ തന്നെയാണ് ഫഹദും ദുൽഖറും നിവിൻ പോളി, ആസിഫ് അലി. അപ്പം അങ്ങനെ പലതരത്തിലുള്ള സിനിമകൾ ഉണ്ടാവാൻ അവരുടെ വരവ് കാരണമായി. ഇപ്പം ഫഹദിനെ സംബന്ധിച്ച് ഫഹദ് ഒരു ഗംഭീര ആക്ടറാണ്. ഫഹദിനെ വെച്ചിട്ട് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിനിമകൾ ധൈര്യമായിട്ട് ആലോചിക്കും. ബ്യൂട്ടിഫുൾ. അതെ, ഈ നെക്ലസ് അല്ലായിരുന്നു ഏട്ടാ? ഈ ലോകത്ത് നിനക്ക് എല്ലാറ്റിനേക്കാൾ ഇഷ്ടം ഈ മാലയോടാണല്ലേ? അതെ, എന്നേക്കാൾ ഇഷ്ടം. അതെന്തായിരുന്നു ഏട്ടാ അങ്ങനെ ചോദിച്ചത്? നീ എപ്പോഴെങ്കിലും ഈ മാലയുടെ അത്രയും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ദുൽഖർ ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആക്ടിങ് ഉള്ള ഒരാളാണ്. കുമാരിമാരുടെ മാനസ ചോരനാണ്.
അപ്പോൾ ദുൽഖറിൻ്റെ കാര്യത്തിൽ ദുൽഖർ വളരെ ഗംഭീരമായിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളൊരു വലിയ നല്ല ആക്ടറിലേക്കുള്ള യാത്രയിലാണെന്ന് നമുക്ക് ഉറപ്പ് തന്നുകൊണ്ടിരിക്കുന്ന ചില സിനിമകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന സിനിമയിൽ പുള്ളി ചെയ്തൊരു ക്യാരക്ടർ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പെർഫോമൻസാണ്. ഒരു ഭയങ്കര തിയേറ്ററിക്കൽ എന്താ പറയേണ്ടത്, ഒരു തിയേറ്റർ ആക്ടറൊക്കെ ചെയ്യുന്ന ലൈനിലുള്ളൊരു പെർഫോമൻസ് ദുൽഖറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ദുൽഖർ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. വിക്രമാദിത്യനിൽ അതുവരെ ദുൽഖർ ചെയ്തുകൊണ്ടിരുന്ന ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഇമേജ് തകർത്തിട്ടുള്ള ഒരു സാധാരണ നെക്സ്റ്റ് ഡോർ ബോയ് എന്ന് പറയുന്ന ഇമേജിലേക്ക് ദുൽഖർ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾ തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ ഒരു ഗംഭീര ആക്ടർ ഇൻ മേക്കിങ്ങിലാണ്. ഇപ്പോൾ മണിരത്നം സാറിൻ്റെ സിനിമയിലെ പെർഫോമൻസ് പുള്ളി ഗംഭീര ആക്ടറാണെന്ന് വീണ്ടും പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ വരുന്ന ആളുകളിൽ പല പല സിനിമകളിലൂടെ എന്താ പറയണ്ട എല്ലാ വശവും കൃത്യമായി ഉരച്ച് തിളക്കമുള്ള വജ്രമോ രത്നമോ ഒക്കെ ആവേണ്ട ആൾക്കാരാണ്. ഈ പരിപാടിയിലൂടെ അനൗൺസ് ചെയ്യാം, ഞാൻ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആശീർവാദ് സിനിമാസിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചു. അപ്പോൾ അതിന് നല്ല കഥ കിട്ടാൻ നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. ബേസിക്കലി ഞാൻ ഒരു വികാരിയാണ്. പെട്ടെന്ന് വൈകാരികമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും കാണുന്ന ഒരാളാണ്. ഞാൻ ഇമോഷണലാണ്. അപ്പോൾ ഞാൻ സാധാരണ ഒന്നും അത് കവർ ചെയ്യാൻ, ഇമോഷൻസ് കവർ ചെയ്യാനുള്ള ഒരു സ്ട്രെയിൻ എടുക്കാറില്ല. അത് അപ്പം തന്നെ പ്രകടിപ്പിക്കലാണ് പതിവ്. അപ്പോൾ ദേഷ്യം തോന്നിയാൽ ദേഷ്യം പ്രകടിപ്പിക്കും. പക്ഷേ എന്നോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം അത് ആ മൊമെൻ്ററി കാര്യമാണെന്നുള്ളത് അറിയാം. അതുകൊണ്ട് ആരും അത് ഇതുവരെ തിരിച്ച് പ്രതികരിച്ചിട്ടില്ല. മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്നോട്, നീ ഷോട്ട് കഴിഞ്ഞ് നീ ഇത് ഓക്കെ ആണോ, ഒരു അപ്രീസിയേഷനൊക്കെ പറയാമെന്ന് പറയും. ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ അടുത്ത ഷോട്ടിലേക്ക് പോകും. ഞാൻ കട്ടുന്നതുകൊണ്ട് ഞാൻ അടുത്ത പരിപാടിയിട്ട് ക്യാമറമാനെ വിളിച്ചു പോകും. അപ്പോൾ മറന്നു പോവും. പെർഫോം ചെയ്ത ആളിങ്ങനെ നിൽക്കുകയാണ്, എങ്ങനെയുണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പം മറന്നു. അവസാനം ഞാൻ സോറി ചെയ്യുന്നതുകൊണ്ട് തിരിച്ചു വന്നിട്ട് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകാൻ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പുതിയ ആളുകൾ വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ സെറ്റിൽ അവരെ മാക്സിമം കംഫർട്ടാക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതാണ് അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം. ഇതൊരു ഭയങ്കര ഒരു സംഭവമാണെന്ന് ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യിപ്പിച്ചിട്ടില്ല. ക്യാമറ അവിടെ ഉണ്ട്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞങ്ങളിതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങളിതിൻ്റെ മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മേക്കപ്പൊക്കെ കറക്റ്റായിരിക്കണം. അങ്ങനെയല്ലാതെ നിങ്ങളിതൊരു ഭയങ്കര സാധനം ചെയ്യാൻ പോവാണ്, ഇത് ചെയ്താൽ നിങ്ങൾ പിന്നെ ഈ അപ്രീഷിയേറ്റ് ചെയ്യാത്തതിൻ്റെയൊക്കെ കാരണം ഒരു തരത്തിൽ അതാണ്. വെച്ചാൽ അതൊരു കാഷ്വൽ തിങ്ങായിട്ട് അവർക്കും തോന്നാം. അവർ ചെയ്തു, അവരടുത്ത ഷോട്ടിൽ എന്താ വേണ്ടതെന്നുള്ളത് പഠിക്കാൻ. അത് ഏറ്റവും നന്നായിട്ട് റിസീവ് ചെയ്തിട്ടുള്ള ഒരാൾ ദീപ്തിയായിരുന്നു. ദീപ്തി ഒരിക്കലും ഇത് നന്നായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറയാത്തതിൻ്റെ പേരിൽ ബേജാറായിട്ടൊന്നുമില്ല. ഞാൻ കട്ട് ചെയ്യുന്ന രീതി കേട്ടല്ല അത് ഓക്കെയാണെന്ന് അവർ മനസ്സിലാക്കുന്ന ലെവലിൽ എത്തിയിരുന്നു. അപ്പോൾ സെറ്റിൽ ഇതിനു മുമ്പും പുതിയ ആളുകൾ അഭിനയിക്കുമ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ഞാൻ അവരെ ആ സെറ്റിൻ്റെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട്. അവർക്ക് എന്തും ഞാനുമായിട്ട് ഷെയർ ചെയ്യാനുള്ളൊരു അവസ്ഥയിലേക്ക് ഞാൻ അവരെ കൊണ്ടുവരും. അപ്പോൾ ഒന്നും പേടിക്കാതെ അവരുടെ സ്വന്തം അച്ഛൻ്റെ കൂടെ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവരുടെ മൂത്ത സഹോദരൻ്റെ കൂടെ ഇരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കുന്നത് പോലെ അവരെ കംഫർട്ടബിൾ ആക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആ കംഫർട്ടാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നത്.
നായികമാരെ കൊണ്ടുവരുന്ന കൂടുതൽ നായികമാരെ കൊണ്ടുവന്ന ആളെന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. ആൾക്കാർ മുഴുവൻ നായികമാരെ കൊണ്ടുവന്നതിനെ കുറിച്ചാണ് സംസാരിക്കുക. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ എന്നോടൊപ്പം കരിയർ ആരംഭിച്ച ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട്, ഒരുപാട് ആണുങ്ങളുണ്ട്. പെണ്ണുങ്ങളുടെ കാര്യം മാത്രം ആൾക്കാർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് മാത്രമേ. ഒന്നാമത് പുതിയൊരാളെ കണ്ടെത്തുന്നതിന് പല റീസൺസ് ഉണ്ട്. അത് ഓരോ സിനിമയിലും ഓരോന്നായിരിക്കും. ഇപ്പോൾ ചില സിനിമകളിൽ ഇപ്പോൾ പർട്ടിക്കുലർ ഇങ്ങനെ ഒരാൾ തന്നെ വേണം, ഈ രൂപത്തിലുള്ള ഒരാൾ വേണം, ക്യാരക്ടറിന് ഈ മുഖമുള്ള ആൾ വേണമെന്ന് തീരുമാനിച്ച ആ മുഖം. അതാണ് ഇപ്പോൾ ദീപ്തി സതിയിലൊക്കെ എത്തിയത് അത്തരം അന്വേഷണമാണ്. അതേസമയം കാവ്യ മാധവനൻ വരുന്ന ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ എന്ന് പറഞ്ഞ സിനിമയിൽ ശരിക്കും ശാലിനിയായിരുന്നു ആ റോളിലേക്ക് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത്. ബേബി ശാലിനിയായിരുന്നു അന്ന് നമ്മൾ കാസ്റ്റ് ചെയ്തിരുന്നത്. ശാലിനിക്ക് അന്ന് കമൽ സാറിൻ്റെ പടവും മണിരത്നം സാറിൻ്റെ അലൈപായുധയും 2 പടങ്ങളുടെ ക്ലാഷ് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ സിനിമയിൽ നിന്നും മാറി. അപ്പോഴാണ് ഒരു പുതിയ ആളെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെയാണ് കാവ്യയിലേക്ക് അന്വേഷണം എത്തുന്നത്. അപ്പോൾ ഓരോ ആളുകളെ കണ്ടെത്തിയതിൻ്റെ പുറകിലും ചില സമയത്ത് നിവൃത്തികേടുകൾ, ചില സമയത്ത് ആ ചായയിലുള്ള ഒരാളെ കിട്ടായിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പുതിയ ആളുകൾ കളിക്കുന്നത്. ചിലപ്പോൾ ഇത്തിരി സിനിമയ്ക്ക് ബജറ്റ് കുറവായിരിക്കും, അപ്പോൾ വലിയ ശമ്പളമുള്ള ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റായിക, അങ്ങനെ കുറേ കാരണങ്ങൾ. ചില സമയത്ത് എനിക്ക് എന്നോട് ഒത്തുപോകാൻ സാധ്യതയുള്ള സ്വഭാവമുള്ള ആളായിരിക്കില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ എന്നോട് ഇഷ്ടക്കുറവുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുമെന്നുള്ള പേടിയുണ്ടാവും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആണ് വേറെ ആളുകളിലേക്ക് പോയിട്ടുള്ളത്. പക്ഷെ മെയിൻലി നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ രൂപത്തിനനുസരിച്ചുള്ള ആളെ തേടുക എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളത്. രസികൻ ഇറങ്ങി പരാജയപ്പെട്ട് അങ്ങനെ കംപ്ലീറ്റ് പ്യൂപ്പദശയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോഴാണ് ഈ കഥയായിട്ട് വരുന്നത്. അത് ജെയിംസ് പറഞ്ഞപ്പോൾ തന്നെ അതൊരു ക്യാമ്പസ് സ്റ്റോറി എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒക്കെ വർക്ക് ചെയ്തതിന് ശേഷം ആ കഥ സിദ്ദിഖ് ലാൽ സാറിനോട്, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു ലാൽ റിലീസ്, അവർ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരോട് കഥ പറയാൻ പോയപ്പോൾ ലാലേട്ടനാണ് പറഞ്ഞത്, ഈ കഥ ഒക്കെ രസമുണ്ട്, ഇതിൻ്റെ ബിഗിനിങ്ങും എൻഡും ഒക്കെ രസമുണ്ട്, പക്ഷെ ഇടയിലെവിടെയോ ലാലുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അല്ല ഫീൽ ചെയ്യുന്നത്, ഇടയിലുള്ള കഥ. അപ്പോൾ അന്ന് നമ്മൾ പ്ലാൻ ചെയ്തിരുന്ന ബാംഗ്ലൂർ ഒരു എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്ന, ഒരു ഹൈടെക് എൻജിനീയറിംഗ് കോളേജിൽ നടക്കുന്നതായിട്ടായിരുന്നു ഈ സിനിമ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പുള്ളി പറഞ്ഞു ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളം ഈ സിനിമ ഓടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, പക്ഷേ ഈ ഇടയിലുള്ളൊരു കഥ ഞാൻ ലാലു ചെയ്യുമ്പോൾ വിചാരിച്ച പോലെയല്ല വന്നിരിക്കണമെന്ന്. അങ്ങനെ തിരിച്ചു വന്ന് ഞാനും ജെയിംസും വന്നപ്പോൾ ഞാൻ ജെയിംസിനോട് പറഞ്ഞു, ജെയിംസ് ആ ചോദ്യത്തിൽ നിന്നുണ്ടായ ഒരു തിരിച്ചറിവുണ്ട്. അന്ന് സിനിമ ഷൂട്ടിംഗ് തുടങ്ങാൻ ഡേറ്റ് എല്ലാം ഫിക്സ് ചെയ്തിരിക്കുന്ന സമയമാണ്. സിനിമ തുടങ്ങാൻ ഒരു 2-3 ആഴ്ച അല്ലെങ്കിൽ കഷ്ടി 1 മാസമേ ഉള്ളൂ. ഞാൻ ജെയിംസിനോട് പറഞ്ഞു നമ്മൾ ഈ സിനിമ ഈ രൂപത്തിൽ ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ പ്രൊഡ്യൂസർ റെഡിയാണ്, പ്രൊഡ്യൂസേഴ്സിന് കഥ ഇഷ്ടമായി, അഭിനയിക്കാനുള്ള ആൾക്കാർക്ക് കഥ കിട്ടും, എല്ലാവർക്കും ഇഷ്ടമായി, ചെയ്യാൻ തുടങ്ങിയൊരു സിനിമയാണ്. ഞാൻ ജെയിംസിനോട് പറഞ്ഞൊരു കാര്യം, ലാലേട്ടൻ പറഞ്ഞതിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കോളേജ് ബേസ്ഡ് ആയിട്ടൊരു സിനിമ ചെയ്യാൻ പോകും. എനിക്ക് ഒരു പരിചയമില്ല ഒരു പ്രൊഫഷണൽ കോളേജിലെ ലൈഫ് എന്താണ്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ പോലെയുള്ള ഒരു സിറ്റിയിലെ ഒരു ക്യാമ്പസ് എങ്ങനെയാണെന്ന് പോലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കൊല്ലം ഫാത്തിമയിലുള്ള ഒരു വലിയ സമ്പന്നമായിട്ടുള്ളൊരു ക്യാമ്പസ് പശ്ചാത്തലം ജെയിംസിനുണ്ട്. ഒറ്റപ്പാലം NSS കോളേജിൽ ഒരു സമ്പന്നമായിട്ടുള്ള ഓർമ്മകൾ എനിക്കുമുണ്ട്. നമുക്ക് എന്തുകൊണ്ട് നമുക്ക് പരിചയമുള്ളൊരു കോളേജിലേക്ക് ഇതിനെ പറിച്ചു നട്ടുകൂടാ എന്നുള്ള ചിന്തയാണ്. പിന്നെ 3 മാസത്തേക്ക് സിനിമ മാറ്റിവെച്ച് 1.5 വർഷം കൊണ്ട് ജെയിംസ് ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് ഫുൾ പൊളിച്ച് 3 മാസം കൊണ്ട് എഴുതിയ സിനിമയാണ് ക്ലാസ്മേറ്റ്സായിട്ട് തിയേറ്ററിൽ വന്നത്. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ. എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലൂറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ.
തയ്യലുകാരാ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒന്ന് നോക്കി നടക്കേണ്ട റസിയ. വീട്ടിന്റെ മുന്നിൽ കൂടെ വന്നപ്പോ നല്ല മട്ടൻ ബിരിയാണിയുടെ മണം അടിച്ചല്ലോ. വല്ലപ്പോഴും നമ്മളെ കൂടെ വിളിച്ച് സൽക്കരിക്കണേ. ഇപ്പോൾ ഒരു ഇടക്കാലത്ത് കണ്ടു തുടങ്ങിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു പീരീഡ് സിനിമയാണ്, ഒരു വലിയ സിനിമ. അത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ചുള്ളൊരു സിനിമയാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോഴത്തെ സ്വപ്നം. അത് അത്ര പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല. അതിന് ഒരുപാട് ഒരു വേൾഡ് സിനിമയാണ് എൻ്റെ മനസ്സിലുള്ളത്. മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും സ്പാനിഷിലും ഫ്രഞ്ചിലും ഡബ് ചെയ്യുന്ന ഒരു വേൾഡ് സിനിമ. വലിയ കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന ഫുൾ ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെ അനിമേഷനൊക്കെ ചെയ്യേണ്ട ഒരു സിനിമ. ഒരു 18th സെഞ്ച്വറി മുഴുവൻ റീക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു സിനിമ. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആദ്യഘട്ട ഗവേഷണങ്ങൾ ജോൺ പോളങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച്. അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കുന്നത്. കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ജീവിതം പറയുന്നതോടൊപ്പം ആ ഒരു നൂറ്റാണ്ടിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ അവസ്ഥ ഒക്കെ വിശകലനം ചെയ്യുന്ന ഒരു വലിയ സിനിമ. അതാണ് ഇപ്പോൾ എൻ്റെ സ്വപ്നം. അത് എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല. അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ച് കാലമെടുത്ത് ചെയ്യേണ്ട ഒരു സിനിമയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പരാജയം വിജയം എന്നുള്ളതല്ല. ഇത് മല കയറാൻ പോകുന്നവനെ വീണേ പറ്റൂ. മല കയറുന്ന അല്ലെങ്കിൽ ദുർഘടമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവന് അപകടം ഉണ്ടാവും. സമതലത്തിലൂടെ രാജവീതിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അപകടങ്ങളുടെ നിരക്ക് കുറവായിരിക്കും. അപ്പം ഞാനെല്ലാ സമയത്തും ഞാനൊരിക്കലും എൻ്റെ ഒരു വിജയിച്ച സിനിമയുടെ ഫോർമുല റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ വിജയിച്ച സിനിമയുടെ ഒരു സബ്ജക്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു വിഷയം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഏറ്റവും എളുപ്പമുള്ള പണി ഒരു സിനിമ മീശമാധവൻ ഇറങ്ങി, എന്നാൽ ഉടനെ അടുത്ത മീശമാധവൻ പോലൊരു സിനിമ വീണ്ടും ചെയ്യാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. എന്നും അതിൽ നിന്ന് ആ വിജയത്തിൽ നിന്ന് മാറി സഞ്ചരിക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്. വലിയ വിജയങ്ങൾ എനിക്ക് ഭയം പോലും ഉണ്ട്. വലിയ വിജയങ്ങൾക്ക് ശേഷം ചെയ്യുന്ന സിനിമകൾ എന്ന് പറയുന്നത് അതിൻ്റെ വ്യത്യസ്തത കൊണ്ട് മാത്രമേ നമുക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിക്രമാദിത്യൻ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് വലിയ വിജയം നേടിയ സിനിമ. അത് കഴിഞ്ഞിട്ട് നീന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമ ചെയ്തേ പറ്റൂ എനിക്ക്. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള പാതകൾ പരീക്ഷിക്കുന്ന ആളുകൾക്ക് അപകടങ്ങളുടെ നിരക്ക് കൂടും. ആ അപകടങ്ങളെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പാലിക്കേണ്ട പുതിയ നിയമങ്ങൾ പഠിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്.